വെൽക്കം ടു ഫോക്കസ് ഏരിയ ക്ലാസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററാണ്. 2021 മാർച്ചിലെ എക്സാമിന് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏരിയ, അതായത് ഫോക്കസ് ഏരിയ ഏതെല്ലാം ആണ് ഒന്ന് പരിചയപ്പെടാം. ഒന്ന്, ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. രണ്ട്, മോണോസാക്കറൈഡ്സ്. മോണോസാക്കറൈഡ്സ്. അതിലെ പഠിക്കാനുള്ള ഭാഗം പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഫ്രം സുക്രോസ് എന്നതാണ്. അടുത്തത് ഡൈസാക്കറൈഡ്സ്. ഡൈസാക്കറൈഡ്സ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഭാഗം ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്താണ്, മറ്റൊന്ന് ഇൻവേർട്ട് ഷുഗർ എന്താണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. അടുത്ത ഫോക്കസ് ഏരിയ, അതായത് 4, സ്റ്റാർച്ച് ഗ്ലൈക്കോജൻ. ഇതെന്താണെന്ന് നോക്കണം. സ്റ്റാർച്ച് ഗ്ലൈക്കോജൻ. അടുത്തത് ഡിനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. എന്താണ് പ്രോട്ടീൻ്റെ ഡിനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? അടുത്തത് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്. കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്. ഈ 6 ഫോക്കസ് ഏരിയ ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ തരംതിരിക്കൽ, വർഗീകരിക്കൽ, ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? ഫസ്റ്റ് പോയിന്റ്, എന്താണ് കാർബോഹൈഡ്രേറ്റ്സ്? ഒന്ന് പരിചയപ്പെടാം. കാർബണും ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയ കോമ്പൗണ്ടുകളാണ് കാർബോഹൈഡ്രേറ്റ്സ്. അത് മാത്രം പോരാ, ആ കോമ്പൗണ്ടുകളെ ഒരു പ്രത്യേക ജനറൽ ഫോർമുല അനുസരിച്ച് എഴുതാൻ കഴിയണം. ഏതാണ് ആ ജനറൽ ഫോർമുല? CxH2O ടൈംസ്. ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ കഴിയണം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ എലമെന്റുകൾ വേണം. കൂടാതെ ആ കോമ്പൗണ്ടിനെ CxH2O ടൈംസ് ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതാനും കഴിയണം. ഇത്തരത്തിലുള്ള കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉള്ളത് കൊണ്ട് മാത്രം കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറില്ല. ഈ ജനറൽ ഫോർമുലയിൽ ഇവരെ എഴുതാൻ നമുക്ക് കഴിയണം. അപ്പോൾ നോക്കൂ, കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഹാവിംഗ് ദ ജനറൽ ഫോർമുല CxH2O ടൈംസ് ആർ നോൺ ആസ് കാർബോഹൈഡ്രേറ്റ്സ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, കൃത്യമായിട്ട് മനസ്സിലാവും. എക്സ് എന്ന് പറഞ്ഞാൽ കാർബണാറ്റുകളുടെ എണ്ണമാണ്. വൈ എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസിൻ്റെ എണ്ണമാണ്. ഓക്കെ, CX കാർബണാറ്റുകളുടെ എണ്ണമാണ്. H2O ടൈംസ് അല്ലേ, വൈ എന്നുള്ളത് വാട്ടർ മോളിക്യൂൾസിൻ്റെ എണ്ണമാണ്. ഓക്കെ, നമുക്ക് നല്ലൊരു എക്സാമ്പിൾ കാണാം. ഗ്ലൂക്കോസ് എന്നതിൻ്റെ മോളിക്കുലാർ ഫോർമുല നമുക്കറിയാം. എന്താണ് ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ ഫോർമുല? C6H12O6. നമുക്കറിയാം ഇതിൽ കാർബണുണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. മാത്രമല്ല ഇതിനെ ഏത് രൂപത്തിൽ മാറ്റി എഴുതാൻ കഴിയും? CxH2O ടൈംസ് എന്ന രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. എങ്ങനെയാണ് വരിക? എക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് 6, കാരണം 6 കാർബണാണുള്ളത്. H2O6 ടൈംസ് അല്ലേ, 12 ഹൈഡ്രജൻ വന്നു, 12 ഹൈഡ്രജൻ വന്നു, ഓക്സിജൻ 6.
കറക്റ്റാണ്. 6 × 2 12 ഹൈഡ്രജൻ 6 ഓക്സിജൻ. അപ്പോൾ CxH2O ടൈംസ് ഈ രൂപത്തിലേക്ക് ഗ്ലൂക്കോസിനെ നമുക്ക് മാറ്റി എഴുതാം. അതുകൊണ്ട് നിസ്സംശയം പറയാം ഗ്ലൂക്കോസ് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. അസറ്റോൺ കാർബോഹൈഡ്രേറ്റ് അല്ല. അസറ്റോൺ എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല നമുക്കറിയാം CH3COCH3 ആണ്. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അതുകൊണ്ട് മാത്രം കാർബോഹൈഡ്രേറ്റ് ആയി മാറില്ല. കാരണം എന്താ? ഇറ്റ് കനോട്ട് ബി റിട്ടൺ ഇൻ ദ ഫോം CxH2O ടൈംസ്. സോ ഇറ്റ് ഈസ് നോട്ട് എ കാർബോഹൈഡ്രേറ്റ്. അസറ്റോൺ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് അല്ല. ഓക്കെ. കാർബോഹൈഡ്രേറ്റ്സ് ആർ കോൾഡ് സാക്കറൈഡ്സ്. കാർബോഹൈഡ്രേറ്റുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സാക്കറൈഡുകൾ. ഇനി ക്ലാസിഫിക്കേഷൻ നമുക്ക് പരിചയപ്പെടാം. എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ? ഹൈഡ്രോളിസിസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്ലാസിഫിക്കേഷൻ. വെള്ളത്തിലിട്ടാൽ 1 ഷുഗർ യൂണിറ്റ് തരുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് മോണോസാക്കറൈഡ്. വെള്ളത്തിലിട്ടാൽ, അതായത് ഹൈഡ്രോളിസിസ് നടത്തിയാൽ 2 ഷുഗർ യൂണിറ്റ് തരുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഡൈസാക്കറൈഡ്. 2-ലധികം ഷുഗർ യൂണിറ്റ് തരുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് പോളിസാക്കറൈഡ്. 2 മുതൽ 10 വരെ ഷുഗർ യൂണിറ്റ് തരുന്ന കാർബോഹൈഡ്രേറ്റുകളെ ഒരു പ്രത്യേക പേര് വിളിക്കും, ഒളിഗോസാക്കറൈഡ്. ഒളിഗോസാക്കറൈഡ്. ഈ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ബേസ്ഡ് ഓൺ ഹൈഡ്രോളിസിസ്, കാർബോഹൈഡ്രേറ്റ്സ് ആർ ക്ലാസിഫൈഡ് ആസ്. ഹൈഡ്രോളിസിസിനെ ബേസ് ചെയ്തുകൊണ്ട് കാർബോഹൈഡ്രേറ്റുകളെ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു? ഓരോന്നായി നോക്കാം. മോണോസാക്കറൈഡ്സ്. Carbohydrates which give 1 sugar unit on hydrolysis are called monosaccharides. വെള്ളത്തിലിട്ടാൽ 1 ഷുഗർ യൂണിറ്റ് തരുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് മോണോസാക്കറൈഡ്. എക്സാമ്പിൾ ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് വെള്ളത്തിലിട്ടാൽ ഗ്ലൂക്കോസ് മോളിക്യൂൾ മാത്രമേ തരൂ. ഫ്രക്ടോസ് വെള്ളത്തിലിട്ടാൽ ഫ്രക്ടോസ് മോളിക്യൂൾ മാത്രമേ തരൂ. അപ്പം ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റൈബോസ് ഇതെല്ലാം മോണോസാക്കറൈഡുകളാണ്. ഡൈസാക്കറൈഡ്സ്. കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് ഗീവ് 2 type ഓഫ് ഷുഗർ യൂണിറ്റ് ഓൺ ഹൈഡ്രോളിസിസ് ആർ നോൺ ആസ് ഡൈസാക്കറൈഡ്സ്. വെള്ളത്തിലിട്ടാൽ 2 ഷുഗർ യൂണിറ്റ് തരുന്ന കാർബോഹൈഡ്രേറ്റുകളെ വിളിക്കുന്ന പേരാണ് ഡൈസാക്കറൈഡ്സ്. എക്സാമ്പിൾ സുക്രോസ്. സുക്രോസ് വെള്ളത്തിലിട്ടാൽ 1 ഗ്ലൂക്കോസ് മോളിക്യൂളും തരും, 1 ഫ്രക്ടോസ് മോളിക്യൂളും തരും. ഒരു സുക്രോസ് മോളിക്യൂൾ വെള്ളത്തിലിട്ടാൽ ഹൈഡ്രോളിസിസ് നടത്തിയാൽ 1 ഗ്ലൂക്കോസ് മോളിക്യൂളും തരും, 1 ഫ്രക്ടോസ് മോളിക്യൂളും തരും. അതുകൊണ്ട് അത് ഡൈസാക്കറൈഡ് ആണ്, അല്ലേ? സുക്രോസ് ഓൺ ഹൈഡ്രോളിസിസ് ഗീവ്സ് 1 ഗ്ലൂക്കോസ് ആൻഡ് 1 ഫ്രക്ടോസ്. മാൾട്ടോസ് വെള്ളത്തിലിട്ടാലോ? മാൾട്ടോസ് വെള്ളത്തിലിട്ടാൽ നമുക്ക് 2 മോളിക്യൂൾ ഗ്ലൂക്കോസ് കിട്ടും, അല്ലേ? ഓൺ ഹൈഡ്രോളിസിസ് ഗീവ്സ് 2 മോളിക്യൂൾസ് ഓഫ് ഗ്ലൂക്കോസ്. അപ്പം വെള്ളത്തിലിട്ടാൽ 2 ഷുഗർ യൂണിറ്റ് തരുന്ന കാർബോഹൈഡ്രേറ്റുകളെ വിളിക്കുന്ന പേരാണ് ഡൈസാക്കറൈഡ്സ്. ഇനി ഒരു പ്രത്യേക പേര് നോക്കൂ, ഒളിഗോസാക്കറൈഡ്സ്. കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് ഗീവ് 2 to 10 ഷുഗർ യൂണിറ്റ് ഓൺ ഹൈഡ്രോളിസിസ് ആർ നോൺ ആസ് ഒളിഗോസാക്കറൈഡ്സ്. വെള്ളത്തിലിട്ടാൽ 2 മുതൽ 10 വരെ ഷുഗർ യൂണിറ്റ് തരുന്ന കാർബോഹൈഡ്രേറ്റുകളെ വിളിക്കുന്ന പേരാണ് ഒളിഗോസാക്കറൈഡ്സ്. എക്സാമ്പിൾ സുക്രോസ്, അല്ലേ? മറ്റൊന്ന് മാൾട്ടോസ്, വേറൊന്ന് റാഫിനോസ്. റാഫിനോസ്. അപ്പോൾ സുക്രോസ്, മാൾട്ടോസ്, റാഫിനോസ് എക്സാമ്പിൾ നോക്കി വയ്ക്കണം. ഇപ്പോൾ വെള്ളത്തിലിട്ടാൽ 2 മുതൽ 10 വരെ ഷുഗർ യൂണിറ്റ് തരുന്ന കാർബോഹൈഡ്രേറ്റുകളെ വിളിക്കുന്ന പേരാണ് ഒളിഗോസാക്കറൈഡ്സ്. സുക്രോസ്, മാൾട്ടോസ്, റാഫിനോസ് തുടങ്ങിയവയാണ് എക്സാമ്പിൾസ്. റാഫിനോസ് ഒരു ട്രൈസാക്കറൈഡാണ്. വെള്ളത്തിലിട്ടാൽ 3 ഷുഗർ യൂണിറ്റ് തരും. പോളിസാക്കറൈഡ്സ് എന്താണ് നോക്കാം. കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് ഗീവ് മോർ ദാൻ 2 ഷുഗർ യൂണിറ്റ് ഓൺ ഹൈഡ്രോളിസിസ് ആർ നോൺ ആസ് ഡൈസാക്കറൈഡ്സ്. 2-ലധികം ഷുഗർ യൂണിറ്റ് തരുന്ന കാർബോഹൈഡ്രേറ്റുകളെ പൊതുവെ വിളിക്കുന്ന പേരാണ് പോളിസാക്കറൈഡ്സ്.
എക്സാമ്പിൾ സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. ഓക്കെ, ഇപ്പോൾ വെള്ളത്തിലിട്ടാൽ 1 ഷുഗർ യൂണിറ്റ് തരുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് മോണോസാക്കറൈഡ്. വെള്ളത്തിലിട്ടാൽ 2 ഷുഗർ യൂണിറ്റ് തരുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഡൈസാക്കറൈഡ്. വെള്ളത്തിലിട്ടാൽ 2 മുതൽ 10 വരെ ഷുഗർ യൂണിറ്റ് തരുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഒളിഗോസാക്കറൈഡ്. പൊതുവെ 2-ലധികം ഷുഗർ യൂണിറ്റ് തരുന്ന കാർബോഹൈഡ്രേറ്റുകളെ വിളിക്കുന്ന പേരാണ് പോളിസാക്കറൈഡ്സ്. അപ്പോൾ ഹൈഡ്രോളിസിസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ബേസ്ഡ് ഓൺ റെഡ്യൂസിങ് പ്രോപ്പർട്ടീസ്. കാർബോഹൈഡ്രേറ്റ്സ് ആർ ക്ലാസിഫൈഡ് ആസ്. റെഡ്യൂസിങ് പ്രോപ്പർട്ടി അനുസരിച്ച് കാർബോഹൈഡ്രേറ്റുകളെ തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് നോക്കാം. ഒന്ന്, റെഡ്യൂസിങ് ഷുഗേഴ്സ്. എന്താണ് റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ? ടോളറൻസ് റിയേജൻറ്റ്, ഫില്ലിംഗ് സൊല്യൂഷൻ, ഇവയെ റെഡ്യൂസ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റുകളാണ് റെഡ്യൂസിങ് ഷുഗേഴ്സ്. റെഡ്യൂസ് ചെയ്യാത്തവയെ നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്നും വിളിക്കും. ഇപ്പോൾ നോക്കൂ, റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് റെഡ്യൂസ് ടോളറൻസ് ആൻഡ് ഫില്ലിംഗ് സൊല്യൂഷൻസ് ആർ നോൺ ആസ് റെഡ്യൂസിങ് ഷുഗേഴ്സ്. ഇത്തരത്തിലുള്ള ഷുഗേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? സച്ച് അല്ലേ, റെഡ്യൂസിങ് ഷുഗേഴ്സ് ഹാവ് ഫ്രീ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഇവയിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഫ്രീ ആയിരിക്കും. അടുത്ത പോയിന്റ്, ഓൾ മോണോസാക്കറൈഡ്സ് ആർ റെഡ്യൂസിങ് ഷുഗേഴ്സ്. ജനറലി എല്ലാ മോണോസാക്കറൈഡുകളും റെഡ്യൂസിങ് ഷുഗേഴ്സ് ആണ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് തുടങ്ങിയവ. നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോളറൻസ് റിയേജൻറ്റിനെയോ ഫില്ലിംഗ് സൊല്യൂഷനെയോ റെഡ്യൂസ് ചെയ്യാത്ത കാർബോഹൈഡ്രേറ്റ് ആണ് നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ്. ഇപ്പം നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് ഡു നോട്ട് റെഡ്യൂസ് ടോളറൻസ് ആൻഡ് ഫില്ലിംഗ് സൊല്യൂഷൻസ് ആർ നോൺ ആസ് നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ്. അവരുടെ പ്രത്യേകത എന്താണ്? ദേ ഡു നോട്ട് ഹാവ് ഫ്രീ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഇവയിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഫ്രീ അല്ല. എക്സാമ്പിൾ സുക്രോസ്, മറ്റൊന്ന് റാഫിനോസ്. ഒന്ന് സുക്രോസ്, മറ്റൊന്ന് റാഫിനോസ്. സുക്രോസും മറ്റൊന്ന് റാഫിനോസും ആണ്. ഇനി അടുത്ത ഒരു ചോദ്യം കൂടെ നോക്കാം അല്ലേ. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ 2 രീതിയിൽ നമ്മൾ കണ്ടു. ഒന്ന് ഹൈഡ്രോളിസിസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, മറ്റൊന്ന് റെഡ്യൂസിങ് പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇനി അടുത്തത്, ഗീവ് ദ പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഫ്രം സുക്രോസ്. സുക്രോസിൽ നിന്ന് എങ്ങനെയാണ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്? സുക്രോസിൽ നിന്ന്, സുക്രോസ് എന്ന് പറഞ്ഞാൽ കരിമ്പിൻ പഞ്ചസാര അല്ലേ, അതിൽ നിന്ന് എങ്ങനെയാണ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്? ആൻസർ നോക്കൂ, ബൈ ബോയിലിംഗ് സുക്രോസ് വിത്ത് ഡൈല്യൂട്ട് HCl ഓർ സൾഫ്യൂരിക് ആസിഡ് ഇൻ ആൽക്കഹോളിക് സൊല്യൂഷൻ. ഇപ്പോൾ സുക്രോസിനെ ബോയിൽ ചെയ്യണം. ഡൈല്യൂട്ട് HCl അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡോ വേണം ഇൻ ആൽക്കഹോളിക് സൊല്യൂഷൻ. അങ്ങനെയാണ് ഗ്ലൂക്കോസ് നമ്മൾ തയ്യാറാക്കുന്നത്. നോക്കൂ, സുക്രോസിൻ്റെ ഫോർമുല എന്താണ്? C12H22O11. 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 ഇതാണ് സുക്രോസ്. കെയിൻ ഷുഗർ, കരിമ്പിൻ പഞ്ചസാര, ഇതിലേക്ക് വാട്ടർ ചേർത്തു, പിന്നെ ആസിഡ് വേണം, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ്. കിട്ടുന്നത് 1 മോളിക്യൂൾ ഗ്ലൂക്കോസും 1 മോളിക്യൂൾ ഫ്രക്ടോസുമാണ്. ഓക്കെ, ഇങ്ങനെയാണ് സുക്രോസിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത്. പ്രിപ്പറേഷൻ പഠിച്ചു വെക്കണം. ബൈ ബോയിലിംഗ് സുക്രോസ് വിത്ത് ഡൈല്യൂട്ട് HCl ഓർ സൾഫ്യൂരിക് ആസിഡ് ഇൻ ആൽക്കഹോളിക് സൊല്യൂഷൻ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.